Good afternoon all. Good afternoon. Take your Hindi textbook. Take your Hindi textbook. ഏത് ലെസണാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്? പറയാമോ? പ്രസന്റ് മാർക്ക് ചെയ്തല്ലോ. ഫിഫ്റ്റീൻത് ചാപ്റ്റർ ആണോ കംപ്ലീറ്റ് ആയത്? Yes or no? Yes. Yes. അബ്ദുൽ ബാസിത്തെ പൈസ മിസ്സിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ, പറയണേ ഒന്ന്. ഓക്കെ. ഇനി നെക്സ്റ്റ് 16th ലെസൺ ഇന്ന് പഠിച്ചിട്ട് വരാനുണ്ടോ ഏതെങ്കിലും പാഠം? ദേവാഞ്ജലം ചിരിക്കുന്നുണ്ടല്ലോ. മിസ് ശബ്ദാർത്ഥം പറഞ്ഞിരുന്നു. 15th ലെസന്റെ ആണോ? യെസ്. എല്ലാരും പഠിച്ചോ? പഠിച്ചിട്ടുണ്ടോ എല്ലാവരും? നമുക്കെല്ലാം കുറച്ച് വേണ്ടി ചോദിക്കാം. നെക്സ്റ്റ് 16th ലെസൺ നിഷാനെ ബാജ് ആദു. നിഷാനെ ബാജ് ആദു. അതായത് അമ്പെയ്യുന്ന ഷൂട്ടർ ആദു, അമ്പെയ്യുന്ന ഒരു ആദുവിന്റെ കഥയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അമ്പെയ്ത്ത് പറഞ്ഞാൽ അറിയോ? അമ്പെയ്ത്ത് അതുപോലെ എന്താ അതിനെ പറയാൻ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അത് പക്ഷികൾ ഇങ്ങനെ എറിഞ്ഞിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം എന്താ അതിനെ പറയാ? തെറ്റാലി. അതാണ് കറക്റ്റ് വേർഡ്, തെറ്റാലി. തെറ്റാലി ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്ന ആദുവിന്റെ കഥയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, റെഡിയാണോ? എല്ലാവരും എടുത്തു വെച്ചല്ലോ. പേജ് നമ്പർ 85. പേജ് നമ്പർ 85. അലൻസാജ് ഷംവീൽ വീഡിയോ ഓൺ ചെയ്യാം. അമയ സുരേന്ദ്ര വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നു. എന്താ അലൻ? വീഡിയോ ഓൺ ആക്കിയാല് അതുകൊണ്ട് വീഡിയോ ആക്കിക്കോട്ടെ. അമയെ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. അലൻ എന്താ പറഞ്ഞേ? മിസ് എന്റെ വീഡിയോ ഓൺ ആയിരുന്നു. ഇപ്പൊ ഓക്കെ. ആഷിൻ വീഡിയോ ഓൺ ചെയ്ത മോനെ. ഷംവിൽ ഇടക്കിടക്ക് വീഡിയോ ഓഫ് ചെയ്യണ്ട കേട്ടോ, ക്ലാസ് കഴിഞ്ഞവരെ വീഡിയോ ഓൺ ചെയ്യണം. വീഡിയോ ഓൺ ആണ്. സോറി, വീഡിയോ ഓൺ. നിഷാനെ ബാജ് ആദു 16th ലെസൺ പേജ് നമ്പർ 85. നിഷാനെ ബാജ് आदू, शूटर आदू। पाठ का परिचय। इस पाठ में बताया गया है कि सही दिशा दिखाने से बच्चे शरारत छोड़कर जिम्मेदार बन जाते हैं। പാഠഭാഗം പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഈ പാഠഭാഗത്തിലൂടെ പറയുന്നത് എന്താണ്? സഹി ദിശ ദിഗാനെ സെ ബच्चे ശരാരത്ത് ചോടുകർ ജിമ്മേദാർ ബൻ ജാത്തെ ഹേ. ശരിയായ ദിക്ക്, പോകേണ്ട വഴി കൃത്യമായി കുട്ടികൾക്ക് നൽകുകയാണെങ്കിൽ അവർ ഒരിക്കലും വികൃതികളായി മാറില്ല. ചില കുട്ടികളെ കുറിച്ച്, ചെറിയ കുട്ടികളെ കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ്, അവൻ മഹാവികൃതിയാ,
അവനെ കൊണ്ട് പൊറുതി മുട്ടി. എന്താ അൽന? ഓ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ലെസന്റെ വേർഡ് മീനിങ് എക്സാം ഇടുമെന്ന്. അത് പറഞ്ഞു മിസ്. പിന്നെ അത് ക്ലാസ് കുറച്ച് എടുത്തിട്ട് മിസ് ചോദിക്കാതെ, ക്ലാസ് ടെസ്റ്റ് അല്ല, ചോദിച്ചിട്ട് നമുക്ക് നടത്താതെ. അപ്പോൾ അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ചിലപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, അവൻ അല്ലെങ്കിൽ അവൾ മഹാവികൃതിയാണ്, അവളെ കൊണ്ട് പൊറുതി മുട്ടി, ചില പേരൻസ് പറയും അല്ലേ. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ശരിയായ വഴി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരെന്താവില്ല, ഇതുപോലെ വികൃതികളായി മാറില്ല. ഈ പാഠഭാഗം തന്നതിന്റെ ലക്ഷ്യം എന്താണ്? പഠായി और खेल दोनों को समान महत्व देना तथा अभ्यास का महत्व बताना. പഠനവും അതിൻ്റെ കൂടെ കളിയും സ്പോർട്സും രണ്ടും തുല്യ മഹത്വത്തിൽ കാണണം, സെയിം ആണ്. നമുക്ക് പഠനം മാത്രം മതിയില്ല, വീട്ടിൻ്റെ റൂമിലിരുന്നിട്ട് ഒരേ പഠനം പഠിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ആരോഗ്യവും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്ക് കുറച്ച് കളിക്കണം, സ്പോർട്സ് വേണം, ഓടുക ചാടുക അങ്ങനെയുള്ള കളികളിലേക്ക് ഏർപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിനെ പ്രാക്ടീസ് ചെയ്യിക്കുക എന്നതാണ് ഈ പാഠഭാഗം തന്നിരിക്കുന്നതിൻ്റെ ലക്ഷ്യം. ക്ലിയർ ആയോ? ഓക്കെ. ഷെഫി ക്യാൻ യു ഹിയർ മീ? ഷെഫി പിന്നെ കമ്പ്യൂട്ടറിന്റെ പൈസ എന്താക്കി മോളെ കൊടുത്തോ? എന്താണ്? ഒരു മിനിറ്റ് മിസ് ഇപ്പൊ പറയാവേ. ഇല്ല മിസ്സേ, പപ്പ സ്കൂളിൽ വരുമ്പോ തരാന്ന് പറഞ്ഞു. അതെയോ? പപ്പ സ്കൂളിൽ വരുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. ഫസ്റ്റ് പാരഗ്രാഫ്, മേരാ ചോട്ടാ ബായി. ഷെഫി മാത്രല്ല, ഷംവീൽ കൂടി ഉണ്ട് മോനെ. ഷംവീലും പറഞ്ഞല്ലോ. ഷംവീല് ഒന്ന് പേരൻസിനോട് ചോദിക്കണേ. അതെയോ? അതെയോ? ഓക്കെ ഓക്കെ. അല്ല, ഉമ്മ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാണേ. ഓക്കെ. मेरा छोटा भाई आदित्य महाशरारती था. प्यार से सब उसे आदू कहकर बुलाते थे. क्रिकेट उसका पसंदीदा खेल था और निशाना लगाने में उसे बहुत आनंद आता था. घर से विद्यालय आते जाते हुए रास्ते में बहुत शरारतें करते थे. गुलेल से निशाना लगाकर पेड़ों से आम तोड़ना, पशु पक्षियों को परेशान करना, अपनी कक्षा के सहपाठियों को तंग करना उसके रोज के काम थे. एक बार बाग के आमों को तोड़ने की कोशिश में गुलेल की गोली पेड़ के नीचे बैठ बाग के माली के गले के पास से निकल गई. इससे माली काफी भयभीत हो गया. आदू के साथ उसका मित्र अयान भी था. अयान आदू से बोला, गोली माली को लग जाती तो. അത്രയും പറഞ്ഞുതരാ. ഫെഡറിൻ ജോൺ വീഡിയോ ഓൺ ആക്കണം. അമ്മയെ ഒഴികെ ബാക്കിയുള്ളവർ ക്ലാസ്സിൽ ഇരിക്കുന്നത് വീഡിയോ ഓൺ ആക്കിയിട്ടായിരിക്കണം. ഓക്കെ. ഇപ്പൊ മിസ് അത് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. മേരാ ചോട്ടാ ബായ് ആദിത്യ ബഹുത്ത് ശരാരഥിത. എൻ്റെ അനുജൻ, ചെറിയ സഹോദരനുണ്ട് അനുജൻ ആദിത്യൻ, വളരെ വികൃതിക്കാരനായിരുന്നു. പ്യാർ സേ സബ് ഉസേ ആദു കഹ്കർ ബുലാത്തേ തേ. ആദിത്യനെ, അദ്വൈതേ സുഖായോടാ? ക്ലിയർ ആയോ? ക്ഷീണുണ്ട് അത്ര അല്ലേ? ഫുഡ് നല്ല പോലെ കഴിക്കണം കേട്ടോ. ഓക്കെ. അപ്പോ അവനെ എല്ലാവരും സ്നേഹത്തോടെ, ആദിത്യനെ എല്ലാവരും എന്താ വിളിച്ചിരുന്നത്? ആദു. ക്രിക്കറ്റ് ഉസ്കാ പസന്ദീദ ഖേൽ ഥ. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി എന്താണ്? സ്പോർട്സ് ക്രിക്കറ്റ് ആണ്.
ഔർ നിശാന ലഗാനെ മേ മുസെ ബഹുത്ത് ആനന്ദ ആതാ ഥ. പിന്നെ വേറൊന്നെന്താണ്, ഈ തെറ്റാലി ഉപയോഗിച്ച് ഈ എയ്യുന്നത് അവന് വളരെയധികം ഇഷ്ടമാണ്. घर से विद्यालय आते जाते हुए रास्ते में वह बहुत शरारतें करते थे. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ വഴിയിൽ വെച്ച് അവൻ പലതരം വികൃതിത്തരവും കളിക്കും. ചിലവരില്ലേ അങ്ങനെ, അവന്റെ ഭാഗത്ത് നിന്ന് എന്താ ഒഴിവ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാ വികൃതിത്തരത്തിനും അവനുണ്ടാവും. ഗുലേൽ സെ നിശാന ലഗാക്കർ പേടോം സെ ആം തോടുന. തെറ്റാലി ഉപയോഗിച്ച് കണ്ടവരുടെ ഒക്കെ മാവിൽ നിന്ന് മാങ്ങ പറിക്കുക. പശുപക്ഷിയോക്കോ പരേശാൻ കർണ, പക്ഷിമൃഗാദികളെയൊക്കെ വേദനിപ്പിക്കുക. അപ്പിനി കക്ഷാക്കെ സഹപാഠിയോക്കോ തങ്ക് കർണ ഉസ്കെ രോസ്കെ കാംതെ. പിന്നെ തൻ്റെ ക്ലാസ് റൂമിലുള്ള എല്ലാ ഫ്രണ്ട്സിനോടും വാശി പിടിപ്പിക്കുക, ദേഷ്യം പിടിപ്പിക്കുക, ഇങ്ങനെ വഴക്കടിക്കുക. ഇതാണ് അവൻ്റെ സ്ഥിരം സ്വഭാവം. നമ്മളെ ക്ലാസ്സിലുണ്ടോ അങ്ങനെയുള്ളവര്? ഉണ്ടോ? ഇല്ല അല്ലേ? അതായത് ക്ലാസ്സിൽ നിന്ന് സഹപാഠികളെ ദ്രോഹിക്കുന്നതോ അല്ലെങ്കിൽ പക്ഷിമൃഗാദികളോട് പിന്നെ തെറ്റാലി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതോ അതൊന്നും ചെയ്യുന്നവരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. एक बार बाघ के आमों को तोड़ने की कोशिश में गुलेल की गोली पेड़ के नीचे बैठ बाघ के माली के गले के पास से निकल गई. ഒരു ദിവസം ഇവൻ എന്ത് ചെയ്തു, ഒരു തോട്ടത്തിലെ വേറൊരാളുടെ പറമ്പിൽ നിന്ന് മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പരിശ്രമിക്കുകയായിരുന്നു തൻ്റെ തെറ്റാലി ഉപയോഗിച്ചിട്ട്. പക്ഷേ ആ തെറ്റാലി കൊണ്ട് ചെയ്യുന്ന സമയത്ത് അത് വീണുപോയത് ആരുടെ അടുത്തായിരുന്നു? തോട്ടക്കാരൻ്റെ കഴുത്തിനായിരുന്നു. തോട്ടക്കാരൻ പെട്ടെന്ന് പേടിച്ചു പോയി. ആദുക്കെ സാത്ത് ഉസ്കാ മിത്ര അയാൻ ബി ഥ. ആദുവിൻ്റെ കൂടെ അവൻ്റെ ഫ്രണ്ട് അയാൻ കൂടി ഉണ്ടായിരുന്നു. അയാൻ ആദുസേ ബോല ഗോലി മാലിക്കോ ലഗ് ജാത്തിത്തോ. അപ്പൊ അയൻ ആദുവിനോട് പറയുന്നുണ്ടായിരുന്നു, മിക്കവാറും അതായത് ഗോലി മാലിയുടെ തോട്ടക്കാരന് കൊണ്ടു എന്ത് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ് പേജ് നമ്പർ 86. ആദുവിനെ കഹാ, അത് പറഞ്ഞു, കൈസേ ലഗ് ജാത്തി മൈനെ ചലായി ഇസ് തരഹ് തീ കി വഹ് മാലി കെ ഗലെ കെ പാസ് സെ ഹി നികൽതി. ഞാനെന്ത് ചെയ്യും? തെറ്റാലി കൊണ്ട് ചെയ്യുമ്പോ ആ തോട്ടക്കാരനെ കൊള്ളുന്നു വിചാരിച്ചിട്ടാണോ ചെയ്തത്? അരേ ദോസ് ഡരോ മത് ഏ ആം ഖാവോ. എടാ നീ പേടിക്കണ്ട, നീ മാങ്ങ തിന്നോളൂ. മധു ആദു കി സഹപാഠിനീതി. ഇനി മധു എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ആദുവിൻ്റെ ക്ലാസ്സിലെ ഒരു ഒരു പെൺകുട്ടിയായിരുന്നു. വഹ് പഠനേമേ ബഹുത്ത് ഹോഷിയാർദി. അവൾക്ക് പഠിക്കാൻ നല്ല സാമർത്ഥ്യക്കാരിയാണ്, നല്ലോണം പഠിക്കും, ബുദ്ധിശാലിയാണ്. ആദുനെ ഉസേ ഹിന്ദിക്ക് പുസ്തകം ഏക് ദിൻ കെ ലിയെ മാങ്കി കിന്തു മധുവിനെ നെഹിന്ദി. ഇവനൊരു ദിവസം ആദു എന്ത് ചെയ്തു, ആ മധുവിൻ്റെ അടുത്തിൽ നിന്ന് ഹിന്ദിയുടെ ബുക്ക് ഒരു ദിവസം വാങ്ങി. പക്ഷെ അത് മധുവിന് തിരിച്ചു നൽകിയില്ല. ആദുവിനെ റബ്ബർ കി ചിപ്കലി ചുപ്കെ സെ മധു കെ സാമനെ രഖ് ദി. അപ്പോ പുസ്തകം കൊണ്ടു കൊടുത്തില്ല. ആദുവിനെ റബ്ബർ കി ചിപ്കലി ചുപ്കെ സെ മധു കെ സാമനെ രഖ് ദി. അവൻ എന്താ ചെയ്തത്? ഒരു കോമഡി, ഒരു തമാശ ചെയ്തു. എന്താ ചെയ്തതെന്ന് അറിയോ? റബ്ബറിൻ്റെ, അതായത് പല്ലിയില്ലേ, പല്ലിയുടെ ഒരു രൂപം, അതായത് റബ്ബറിൻ്റെ ഒരു മോഡല്, അത് അവൻ എന്ത് ചെയ്തു, ഈ മധുവിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു. അപ്പം മധു ആകെ പേടിച്ചു പോയി. ജിസെ ദേഖ്തേ ഹി മധു ബഹുത്ത് ഡർ ഗയി. വഹ് ജോർ സെ ചീക്ക് പടി ഔർ സാമനെ ഖടാ ആദു ജോർ ജോർ സെ ഹസ് രഹാ താ. ഈ പല്ലിയെ തൊട്ട് മുന്നിൽ കണ്ട ഉടനെ മധു ഉറക്കെ കരയാൻ തുടങ്ങി. ഉറക്കെ പേടിച്ചു കരഞ്ഞു. ആ സമയത്ത് അത് നോക്കിക്കൊണ്ട് ആരുണ്ടായിരുന്നു? ആദു. അവനെന്താ ചെയ്ത്? ജോർ ജോർ സേ ഹം സുരഹാത്ത. അവൻ ഉറക്കെ ചിരിക്കുക ചെയ്തത്. കാരണം
കോമഡി ചെയ്തതുപോലെ. ആ കുട്ടി മധു എന്താ ചെയ്തത്? ആ പല്ലിനെ പേടിച്ചിട്ടാണ് കരഞ്ഞത് അല്ലേ? പക്ഷെ ആദു അവളെ കളിയാക്കിക്കൊണ്ട് ചിരിക്കുകയായിരുന്നു. ആദു കെ സഹപാഠി और विद्यालय के अध्यापक सभी उससे परेशान थे. അങ്ങനെ ആദുവിന്റെ കൂട്ടുകാരും ക്ലാസ്സിലെ കുട്ടികളും വിദ്യാലയത്തിലെ അധ്യാപകരും എല്ലാവരും അവനെ കൊണ്ട് പൊറുതിമുട്ടി. ആകെ വിഷമത്തിലായി ഈ ആദുവിന്റെ സ്വഭാവം കൊണ്ട്. ആദു की हरकतों से माता पिता भी बहुत परेशान थे. അപ്പോൾ ഈ ആദുവിന്റെ വികൃതിത്തരം കൊണ്ട് പേരൻസിനും അവിടുന്ന് ഇവിടുന്നൊക്കെ കംപ്ലൈന്റ് വരുന്നുണ്ടാവൂലേ? നിങ്ങളുടെ മകൻ എന്നെ അങ്ങനെ ചെയ്തു, എന്നെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ എൻ്റെ പറമ്പിലെ മാങ്ങ പറിച്ചു, ഇങ്ങനെ കംപ്ലൈന്റ് വരുന്നുണ്ട്. അവർക്കും ആകെ ഇവനെക്കുറിച്ച് വിഷമം തന്നെ. ഉനെ പ്രതിദിൻ ആദു की नई नई शिकायतें सुनने को मिलती थी. എല്ലാ ദിവസവും പേരൻസിന് ഇവനെക്കുറിച്ചുള്ള കംപ്ലൈന്റ് കേൾക്കാനേ നേരുള്ളൂ. വേ ബഹുത്ത് ശർമിന്ദ ഹോത്തെ थे. പേരൻസിന് എല്ലാവർക്കും നാണക്കേട് തോന്നി. ശർമിന്ദ ഹോത്തെ थे. ആകെ ലജ്ജ തോന്നി. കാരണം ഇവനെക്കുറിച്ച് ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും നല്ല കാര്യം ആരും പറഞ്ഞില്ല, എല്ലാവരും കംപ്ലൈന്റ് മാത്രം. उन्हें प्रतिदिन आदू की नई नई शिकायतें सुनने को मिलती थी. वे बहुत शर्मिंदा होते थे. वे आदू को बहुत समझाते थे, पर आदू पर कोई असर ही नहीं होता था. കംപ്ലൈന്റ് കുറേ വരുന്നത് കൊണ്ട് ഒരു ദിവസം അവനെ പറഞ്ഞു മനസ്സിലാക്കിച്ചു. ആര്? പേരൻസ് പറഞ്ഞു, നീ അങ്ങനെ ചെയ്യല്ലേ മോനെ, നീ അങ്ങനെ പറയിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. आदू के माता पिता ने उसके विद्यालय के प्रधाचार्य से मिलने का निश्चय किया. ഒരു ദിവസം ആദുവിൻ്റെ പേരൻസ് വിചാരിച്ചു സ്കൂളിൽ പോയിട്ട് പ്രിൻസിപ്പാളിനെ ഒന്ന് കണ്ടിട്ട് വന്നേക്കാം. ഇവൻ്റെ വികൃതത്തരം കൂടി വരില്ലേന്ന്. അപ്പോൾ പ്രിൻസിപ്പാളിനെ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. വേ അഗലേ ഹി ദിൻ ആദു കെ വിദ്യാലയ ഗയെ. പിറ്റേ ദിവസം തന്നെ അവർ ആദുവിൻ്റെ സ്കൂളിൽ എത്തിച്ചേർന്നു. വഹാ മുനോനെ പ്രധാചാര്യ സെ ബാത് കി. അവിടുന്ന് അദ്ദേഹം പ്രിൻസിപ്പാളിനെ കണ്ടു. प्रधानाचार्य ने कक्षाध्यापिका से बात कर आदू के पिता से कहा, आप चिंता न करें, हमें थोड़ा समय दीजिए. അപ്പോൾ പ്രിൻസിപ്പൾ വേഗം ആദുവിൻ്റെ ക്ലാസ് ടീച്ചറെ വിളിപ്പിച്ചു. ടീച്ചറോട് കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷം പ്രിൻസിപ്പൾ ഒരു തീരുമാനം പറഞ്ഞു അദ്ദേഹത്തിനോട്. എന്ത്? നിങ്ങൾ വിഷമിക്കാതിരിക്കുക, നമുക്ക് അല്പസമയം തന്നോളൂ. कुछ ही दिनों में आप आदू में बदलाव देखेंगे. अब आप उसकी चिंता करना छोड़ दिए. നിങ്ങൾ അവനെക്കുറിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം. ഞങ്ങൾ അവനെ അവൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റം വരുത്തിക്കൊള്ളാം. ആര് ഉറപ്പ് നൽകി പേരൻസിന്? ആരാ ഉറപ്പ് നൽകി? പ്രിൻസിപ്പൽ. ഓക്കെ, പേജ് നമ്പർ 87. देखते ही देखते शरारती आदू का व्यवहार बदलने लगे. ദിവസം കഴിയുന്തോറും ആദുവിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. മാതാപിതാ ഉസ്കെ വ്യവഹാർ മേ ബദലാവ് സെ ബഹുത് ഖുശ് थे. എങ്ങനെ മാറ്റം വന്നതോടെ പേരൻസ് വളരെയധികം സന്തോഷിക്കാൻ തുടങ്ങി. അബ് ആദു കി ശൈത്താനിയ കം ഹോ ഗയി थी. അവന്റെ ഉപദ്രവം ഇപ്പോൾ തീരെയില്ല. വഹ് പഠായി മേ ബി ധ്യാൻ ദേനെ ലഗാ ഥാ. അവൻ പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങി. അബ് വഹ് പഹലേവാല ശരാരത്തി ആദു നഹീം ത. ഇപ്പം മുമ്പത്തെ പോലെയുള്ള ആദു അല്ല, അവികൃതിയായ ആദു അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അവന് സ്വഭാവ മാറ്റമുണ്ടായി. आदू के माता पिता आदू के बदले हुए व्यवहार के बारे में बात करने के लिए विद्यालय गए. അപ്പോൾ അവൻ്റെ സ്വഭാവത്തിലുള്ള മാറ്റം ഉണ്ടെന്ന് സാറിനോട് പറയണ്ടേ? അങ്ങനെ അത് പറയാൻ വേണ്ടി അവർ സ്കൂളിലെത്തി. വഹാ മുനോനെ പ്രധാനാചാര്യ ബാത് കി. അങ്ങനെ പ്രിൻസിപ്പളോട് സംസാരിച്ചു. പ്രധാനാചാര്യനെ കഹാ ആദു അച്ഛാ നിശാനെ ബാജ് ഹേ. ആദു യഥാർത്ഥ ഒരു അമ്പെയ്ത്ത് അല്ലേ? അമ്പെയ്ത്ത് എന്ന് പറയാം. അമ്പെയ്ത്ത് അല്ലെങ്കിൽ ഈ തെറ്റാളി കൊണ്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അമ്പെയ്ത്തിന് അവൻ പ്രശസ്തനാണെന്ന് പറഞ്ഞു. हमने उसकी कक्षाध्यापिका से बात करके उसे निशानेबाजी की टीम का कप्तान बना दिया है. അപ്പോൾ അവിടെ അമ്പെയ്ത്തിൻ്റെ ഒരു ടീമിനെ ആക്കുകയും ആ ടീമിൻ്റെ ലീഡറായി ഇവനെ നിയമിക്കുകയും ചെയ്തിരുന്നു. വഹ് സച്ചി ലഗൻ വ പരിശ്രം സെ നിശാനാബാജിക്ക് അഭ്യാസ് കർ രഹാ ഹെ. അപ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ആ നിശാനാബാജി അമ്പെയ്ത്തിൻ്റെ പരിശീലനം നടക്കുന്നുണ്ട്. ഹമേ പൂർണ്ണ വിശ്വാസേക്ക് വഹ് അന്തർവിദ്യാലയ പ്രതിയോഗിതാമേ അവിശ്യ വിജയി ഹോക. അവൻ അന്താരാഷ്ട്ര ലോക അതായത് ഇവിടെ തന്നെ നല്ലൊരു വിജയത്തിൽ എത്തിച്ചേരാൻ വേണ്ടി അമ്പെയ്ത്തിൽ
വിജയത്തിലെത്താൻ വേണ്ടി സാധിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. जादू के पिता ने प्रधानाचार्य को धन्यवाद दिया और घर आ गए. ആ ആദുവിന്റെ പിത ആ പ്രിൻസിപ്പാളിന് താങ്ക് യു പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നു. कुछ दिनों बाद खेल प्रतियोगिता में आदू ने निशानाबाजी में सबको पछाड़कर प्रथम स्थान प्राप्त किया. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ സ്പോർട്സിലെ അതായത് അമ്പെയ്ത്ത് മത്സരത്തിലെ അവന് ഫസ്റ്റ് നേടി. പ്രധാനാചാര്യ से पुरस्कार प्राप्त करता आदू अब जिम्मेदार आदू दिखाई दे रहा था. പ്രിൻസിപ്പൾ അദ്ദേഹത്തിന് അവന് നല്ലൊരു മൊമെൻ്റ് ഒക്കെ കൊടുത്തു, പുരസ്കാരം കൊടുത്തു. അവനൊരു ഉത്തരവാദിയായ ഒരു കുട്ടിയായി മാറി. ദർശക ദീർഘാമേം ബൈഠെ ഉസ്കെ മാതാപിതാ और അധ്യാപക് താലിയാം ബജാക്കർ ആദു കാ ഉത്സാഹ ബഡാ രഹാ ഥേ. കുറേ സമയം വരെ തന്നെ ഈ മൊമെൻ്റ് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും കൈയടിക്കുന്ന കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നി. അബ് സബി ആദുക്കോ പ്യാർ കർനെ ലഗേ ഥേ. ഇനി എല്ലാവർക്കും അതിനുശേഷം ആദുവിനോട് വളരെയധികം ഇഷ്ടം തോന്നി. കാരണം ഇപ്പോൾ ആരും ദ്രോഹിക്കുന്നില്ലല്ലോ, അവനിപ്പം അമ്പെയ്ത്തിൽ മാത്രമാണ് അവൻ്റെ ശ്രദ്ധ. ഉസ്കെ മിത്ര തഥാ മാതാപിതാ സബി ഉസ് പർ ഗർവ് കർനെ ലഗേ. അവൻ്റെ ഫ്രണ്ട്സും പേരൻസും ഒക്കെ അവനെക്കുറിച്ച് ഓർത്ത് അവൻ്റെ അഭിമാനത്തെക്കുറിച്ച് ഓർത്ത് അത്ഭുതം കൊണ്ടു. ആദു അബ് സച്ചുമുച്ച് സമജ്ദാർ ആദു ബൻ ചുകാ ഥാ. ആദു ഇപ്പോൾ വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ അറിവുള്ള ഒരു മഹാനായ കുട്ടി തന്നെയായിരുന്നു. പക്ഷെ ആദ്യമാണെങ്കിലോ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുമ്പോൾ എന്താ പറഞ്ഞത്? അവനെ മഹാവികൃതി അല്ലേ, അതാ പറഞ്ഞത്. ഓരോ കുട്ടികൾക്കും നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ 26 അല്ലേ ഗേൾസ് ആൻഡ് ബോയ്സ് ഉണ്ടല്ലേ, 26 കുട്ടികളുണ്ട്. പക്ഷേ ഈ 26 കുട്ടികൾക്കും ഓരോന്നിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കഴിവുണ്ടാവും. ചിലപ്പോൾ ഡാൻസ് ആവാം, ചിലപ്പോൾ സോങ് ആവാം, അല്ലെങ്കിൽ ചിലത് വേറെ എന്തെങ്കിലും ആയിരിക്കാം, പിന്നെ ഡ്രോയിങ് ആയിരിക്കാം, ഇല്ലെങ്കിൽ സ്പോർട്സിലായിരിക്കാം അല്ലേ. ഓരോരുത്തർക്കും ഓരോ കലാവാസന ഉണ്ടാവില്ലേ? പല തരത്തിലായിരിക്കും. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക അല്ല. അപ്പോൾ അത് എന്താണ്? അത് നമ്മൾ കണ്ടെത്തി അതിനെ വികസിപ്പിച്ചെടുക്കുകയാണ് യഥാർത്ഥ ചെയ്യേണ്ട കാര്യങ്ങൾ. പേരൻസ് ആയാലും ചിലവർ പറയും അല്ലേ, പുസ്തകങ്ങളൊക്കെ പേപ്പറൊക്കെ കീറിക്കളഞ്ഞു, അതിലൊക്കെ ചിത്രം വരച്ചിട്ടു, ടെക്സ്റ്റ് ബുക്കിൽ വരച്ചു, നോട്ട് ബുക്കിൽ അങ്ങനെ വരക്കുന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായും ആരാവാനാണ് ആഗ്രഹിക്കുന്നത്? അവന് ഡ്രോയിങ്ങുകാരനായിരിക്കാം അല്ലേ. ഇപ്പം അൽനയിൽ എന്തൊക്കെയോ വർക്കുകൾ ഇങ്ങനെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ? അൽന എന്തെല്ലോ കുപ്പിയിൽ ഇങ്ങനെ എന്തെല്ലോ ആർട്ടിങ് ചെയ്തിട്ട് കാണാലോ, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ ഓരോക്കെ ഓരോ കഴിവാണല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണത്? അതൊരിക്കലും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. നമ്മളത് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം, ഏത് കാര്യമായിക്കോട്ടെ. ക്ലിയർ ആയോ ആ പാഠഭാഗം? എല്ലാവരും ഒന്നത് വായിച്ചു നോക്കിയേ. എല്ലാവരും ഒന്ന് ഒരു തവണ വായിച്ചു നോക്ക്, പെട്ടെന്ന് വായിക്ക്. മിസ് എന്നിട്ട് ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കാൻ പോവാണ്. വേർഡ് മീനിങ് ചോദിക്കോ? ചോദിച്ചു. ഇപ്പം ആ ലെസൺ ഒന്ന് വേഗം വായിക്കുക. വായിക്കുന്നുണ്ടോ എല്ലാവരും? ആ ലെസൺ എല്ലാവരും ഒന്ന് വായിച്ച് വേഗം.
വായിച്ചു കഴിഞ്ഞോ? ആരാ ഫസ്റ്റ് വായിക്കുന്നേ? മിസ് ഞാൻ വായിക്കാം. ഓക്കെ ഞാൻ പേര് വിളിക്കാം. എല്ലാവരും കണ്ടു. മിസ് ഫസ്റ്റ് അലൻ സാജ് തുടങ്ങിക്കോ. അലൻ സാജ്. मेरा छोटी भाई छोटा मेरा छोटा भाई आ गया। आदित्य बहुत शरारती था। प्यारा से सब उसे आदू आदू कहकर बुलाते थे। क्रिकेट उसका पसंदीदा खेल था और निशाना लगाने में उसे बहुत आनंद आता था। घर से विद्यालय आते जाते हुए रास्ते में वह बहुत शरारतें करता था। ओके नेक्स्ट कृपा। घर से विद्यालय आता जाते हुए रास्ते में वह बहुत शरारतों करता था। गुलेल से निशाना लगकर पेड़ों से आम तोड़ना, पशु पक्षियों को परेशान करना, अपनी कक्षा सहपाठियों को तंग करना, उसके रोज को काम दो। एक बार बाघ के तोड़ने की कोशिश में गुलेल की पेड़ के नीचे बैठे बाघ के माली को पास से इस माली काफी भयभीत हो गया। आंधू के साथ उसका मित्र आयन भी था। आयन आंधू से बोला, गेली माली को लग जाती थी तो आंधू ने कहा। ओके नेक्स्ट अलीना। आंधू ने कहा, कैसे लग जाती? मैंने चलाई इस तरह दी कि वह माली के गले
के पास से ही निकलती। अरे दोस्त डरी मत, डरो मत, डरो मत, ये आम गायो खाओ। मधु आदू आदू की सहपाठनी दी, वह पढ़ने में बहुत होशियार होशियार थी। थी। आदू ने उससे हिंदी की पुस्तक एक दिन के लिए मांगी, किंतु मधु ने नहीं दी। आदू ने रबड़ की छिपकली मीन्स पल्ली। छिपकली चुपके से मधु के सामने रख दी, जिसे देखते ही मधु बहुत डर गई। वह जोर से चीख पड़ी और सामने गड़ा आदू जोर जोर से हंस रहा था। ओके, देवांजना। अनम्यूट, प्लीज अनम्यूट। आदू के सहपाठी और विद्यालय के अध्यापक सभी उससे परेशान थे। आदू की हरकतों से माता पिता भी बहुत परेशान थे। उन्हें प्रतिदिन आदू की नहीं शिकायतें सुनने को मिलती थी। वे बहुत शर्मिंदा होते थे। वे आदू को बहुत समझाते थे, पर आदू पर कोई असर ही नहीं होता था। आदू के माता पिता ने उसके विद्यालय के प्रधानाचार्य से मिलने का निश्चय किया। वे अगले ही दिन आदू के विद्यालय गए। ओके, नेक्स्ट देवप्रिया। वहां उन्होंने प्रधानाचार्य से बात की। प्रधानाचार्य ने कक्षाध्यापिका से बात कर आदू को पिता से कहा, आप चिंता न करो, हमें थोड़ा समय दीजिए। कुछ ही दिनों में आप आदू में बदलाव देखेंगे। आप उसकी चिंता करना छोड़ दीजिए। ओके, नेक्स्ट शेफी। नेक्स्ट शेफी। क्लास कटावराई भाई। देखते ही देखते शरारती आदू का व्यवहार बदलने लगा। माता पिता उसके व्यवहार में बदलाव से बहुत खुश थे। अब आदू की शैतानियां काम हो गई थी। ओके, इप्पो क्लास कटाओ। ओके, अब नेक्स्ट क्लास ചോദിക്കാട്ടോ മിസ്. വേർഡ് മീനിങ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കേ.
ഇന്നിപ്പോൾ ടൈം കിട്ടാത്തതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നന്നായിട്ട് പഠിച്ചിട്ട് വാട്ടോ. ഓക്കെ ബൈ, സി യു. ആ പാഠഭാഗം ഒരു 4-5 പ്രാവശ്യം വായിച്ച് റെഡി ആവണേ. Okay, miss. ബൈ Bye, ബൈ ബൈ ബൈ. bye, miss. ഓക്കെ ബൈ. ഓക്കെ ബൈ. ബൈ ബൈ ബൈ. Bye, miss. ഓക്കെ ഓക്കെ ബൈ.